ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ മറ്റേ ഫ്രീ എപ്പിക്കിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ്. അപ്പോൾ 5 ഫ്രീ സ്പിൻ നമ്മൾ കളിച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വ്യാഴാഴ്ച നമുക്ക് എല്ലാ ഫ്രീ സ്പിന്നും നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഷുവറായിട്ട് ഒരു എപ്പിക്കിനൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് ഗൈസ് വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും പറ്റില്ല ഗൈസ്. നമുക്ക് അടുത്ത വ്യാഴാഴ്ചയാണ് അത് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച 5 ഫ്രീ സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 5 ഫ്രീ സ്പിന്നിൽ തേപ്പാണോ അതോ എനിക്ക് എപ്പിക്ക് അടിക്കുമെന്നോ എനിക്കൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ടോട്ടൽ ഞാൻ എങ്ങാണ്ട് 12 ട്രൈ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെയും കിട്ടിയിട്ടില്ല എനിക്ക് ഇതിലായിട്ടും. അപ്പോൾ ഈ പ്രാവശ്യം എങ്കിലും ആരെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഗൈസ് ഞാൻ കറക്കുന്നത്. അപ്പോൾ കിട്ടുമല്ലോന്ന് എനിക്കറിയില്ല. എനിക്കിതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ വേണമെന്ന് ആഗ്രഹമുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡേവിഡ് വില്ലയും അതുപോലെ തന്നെ സ്നൈഡറും പിന്നെ ബെല്ലിറ്റിയാണ് ഗൈസ്. അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും തരുമെന്നൊക്കെ നോക്കാം. എന്തായാലും 5 ഫ്രീ സ്പിന്നുണ്ട്. അപ്പോൾ ബാക്കി ഫ്രീ സ്പിൻ എന്തായാലും ഇനി അടുത്ത വ്യാഴാഴ്ചയാണ് ഗൈസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച എന്തായാലും നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ ഇടാൻ ഗൈസ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ 5 ഫ്രീ സ്പിന്നുണ്ട്. കിട്ടുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ കിട്ടുമോ ഗൈസ് അറിയില്ല. അപ്പോൾ നമുക്കെന്തായാലും വെറുതെ കറക്കണ്ട ഗൈസ്. നമുക്കെന്തായാലും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് കറക്കാം. ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് കറക്കി കഴിഞ്ഞാൽ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം. ഡേവിഡ് വില്ലേനെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ഡേവിഡ് വില്ലേനെ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. 5 ഫ്രീ സ്പിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കിനകത്ത് നിന്ന് ആരെങ്കിലും കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. 150 പ്ലേസ് മതിയായിരുന്നു ഗൈസ്. ഇത് ചുമ്മാ 250 പ്ലേസിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടില്ല. 150 പ്ലേസിനെ കൊണ്ടുവന്നിട്ടിട്ട് പോലും നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ 250 പ്ലേസിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു തേങ്ങാക്കോലയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അതൊക്കെ ലക്കാണ്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഇതിനകത്തുനിന്ന് ഒരു എപ്പിക്ക് പോലും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും നോക്കാം ഗൈസ്. ഒരു എപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എപ്പിക്ക് എടുക്കുകയാണെങ്കിൽ 2 എപ്പിക്ക് ആവുമല്ലോ. അപ്പോൾ കിട്ടില്ല ഗൈസ്, വെറുതെയാണ്. 5 ഫ്രീ സ്പിന്നുണ്ട്. ഞാൻ ആദ്യം ഇത് കൂട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷേ എനിക്ക് അത്രയ്ക്കും കാത്തിരിക്കാനുള്ളൊരു ഇതില്ല. കാരണം നമ്മൾ ഇന്ന് വ്യാഴാഴ്ച വരുമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷേ എന്ത് പരിപാടിയാണ് കാണിച്ചത്. അത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് കൊണ്ട് വെച്ചേക്കാണ്. എന്തായാലും നമുക്ക് കറക്കി വെക്കാം. ഫസ്റ്റ് ഫ്രീ സ്പിൻ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. എപ്പിക് ആണോ എന്ന് നോക്കാം. അല്ല ഗൈസ്, നോർമൽ ബേസ് കാർഡ് ആനിമേഷനാണ്, എപ്പിക്കൊന്നും അല്ല. ഓക്കെ, 1 സ്റ്റാറിനെ കിട്ടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. എന്തായാലും നമുക്ക് കറക്കി നോക്കാം. പറയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും എല്ലാം കറക്കിയിട്ട് ഇനി കൊനാമിനെ ചീത്ത പറയാം. എന്താ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ബെല്ലിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബെല്ലിറ്റി മാത്രമാണ് ഈ പാക്കിനകത്ത് ഡബിൾ ബൂസ്റ്ററായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫ്ലെച്ചറുണ്ട്. ഫ്ലെച്ചറിന് എനിക്ക് വേണമെന്നില്ല. ഫ്ലെച്ചർ എത്ര റേറ്റിംഗ് കയറുമെന്ന് എനിക്കറിയില്ല. എനിക്കിതിനകത്ത് മെയിനായിട്ടും ബെല്ലിറ്റി, സ്നൈഡർ, ഡേവിഡ് വില്യനെ ഇവർ 3 പേരാണ് ടാർഗറ്റ്. അതിനകത്ത് ആരെങ്കിലും ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. സ്നൈഡർ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ഇപ്പം തന്നെ അത്യാവശ്യം സ്റ്റാറ്റ്സ് ഉണ്ട് ചങ്ങായിക്ക്. നമ്മൾ ട്രെയിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കിഡിലായിട്ട് 102 കണ്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നു സ്നൈഡർ. നമ്മുടെ ഈ പാക്കിനകത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കയറുന്നത് ഡേവിഡ് വില്ലേക്കാണ്. ഡേവിഡ് വില്ലേക്ക് 104 റേറ്റ് കയറുന്നുണ്ട്. ഓക്കെ, എന്തായാലും എനിക്കൊരു പ്രതീക്ഷയില്ല ഗൈസ്. കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം 12 ട്രൈയോളം നമ്മൾ എടുത്തു, ഒന്നും കിട്ടിയില്ല. ഇതിപ്പോൾ 5 ട്രൈ ഉണ്ട്. 5 ട്രൈയിൽ നമ്മളിപ്പോൾ ഒരു ട്രൈ കണ്ട് കറക്കിന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം ഗൈസ്. കുഡൂസിനൊക്കെ എന്തായാലും നമുക്ക് ചുമ്മാ നോക്കാം ഗൈസ്. ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് എന്തായാലും കറക്കി നോക്കാം. കിട്ടുമല്ലെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഹിയർ വി ഗോ. ഓക്കെ, ഡേവിഡ് വില്ലയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഡബിൾ ടച്ചൊക്കെ ഉണ്ട്. എസ് ഗൈസ്, ഗോൾ പോച്ചർ കാർഡാണ്. അതാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇത്. ഗോൾ പോച്ചറാണ് ഗൈസ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും. എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം നമുക്ക്. 2ാമത്തെ സ്പിന്നാന്ന് തോന്നുന്നു. എസ് ഗൈസ്, 2ാമത്തെ സ്പിന്നാണ്. ഹിയർ വി ഗോ, ദ സെക്കൻഡ് സ്പിൻ. ഗൈസ്, ഇതും മേളിൽ കമ്പത്തിലൊക്കെ പൊട്ടണമെങ്കിലും ഉള്ളിൽ കളറുമില്ല, പുറമേയും കളറില്ല ഗൈസ്. ഓക്കെ, 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 1 സ്റ്റാറിൽ നിന്ന് 2 സ്റ്റാറിലേക്കൊരു പുരോഗമനം ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി 3 സ്റ്റാർ കിട്ടി. ഇനി 4 സ്റ്റാർ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. 3 സ്റ്റാർ കിട്ടുമോ നോക്കട്ടെ.
അപ്പോൾ ഡേവിഡ് വില്ലിയനൊക്കെ നമുക്ക് എന്തായാലും ടാപ്പ് ചെയ്യാം. ഇനി എന്തോ 3 ട്രൈ ആണ് ഗൈസ് നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ 3 ട്രയൽ കിട്ടുമല്ലോ എന്നറിയില്ല, എന്തായാലും നോക്കി നോക്കാം. പറയാൻ പറ്റില്ല ഗൈസ്, ഏറ്റവും അവസാനമൊക്കെ ചിലപ്പോൾ ഇവന്മാർ തന്നിരിക്കും. നോക്കാം എന്തായാലും. ഓക്കെ, ഫ്ലെച്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടുണ്ട്. ഫ്ലെച്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം. കൊനാമി പ്ലീസ്, എന്തിനാണ് ഇത്രയും വലിപ്പിച്ച് വെക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു എപ്പിക്കിനെ തന്നൂടെ? എന്തിനാണ് വെറുതെ എപ്പിക്കൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട്? എപ്പിക്കിനെ തന്നൂടെ? എനിക്ക് ഒരു ഹൈലൈറ്റ് കാർഡ് ഇതിനകത്ത് നിന്ന് കിട്ടി. ആ കിട്ടിയ ഹൈലൈറ്റ് കാർഡാണെങ്കിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ഹൈലൈറ്റ് കാർഡാണ്. ഹൈലൈറ്റ് കാർഡിൽ പോലും എനിക്ക് ഭാഗ്യമില്ല ഗൈസ്. എന്തായാലും നോക്കി നോക്കാം, കിട്ടുമല്ലോ എന്നറിയില്ല. ക്യാപ് കോഡൊക്കെ ഡീറ്റെയിൽസ് ചുമ്മാ നോക്കാം ഗൈസ്. യെസ് ഗൈസ്, എന്തായാലും നോക്കട്ടെ, കിട്ടുമല്ലോ എന്നറിയില്ല, നോക്കി നോക്കാം. യെസ്, എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട്, ഹൈലൈറ്റ് കാർഡിൻ്റെ ഉൾപ്പെടെ നമ്മൾ നോക്കുന്നുണ്ട്. യെസ്, ഡേവിഡ് വില്ലനെ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും ഗൈസ്. ഡേവിഡ് വില്ലനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നോമിനേഷൻ ബാക്കിൽ നിന്ന് ഞാൻ മിക്കവാറും സ്നൈഡറിനെ എടുക്കും. പക്ഷേ കിട്ടില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ കാര്യം. കിട്ടില്ല, എത്ര നോക്കിയാലും കിട്ടില്ല ഗൈസ്. അതാണ് എൻ്റെ വിധി എന്ന് പറയുന്നത്. എനിക്ക് ഫ്രീ സ്പിൻ അങ്ങനെ ഇതുപോലത്തെ ഒക്കെ സംഭവം കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടില്ല ഗൈസ്. മറ്റേ നോമിനേഷൻ കോൺട്രാക്റ്റിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഇത് പറ്റിക്കാൻ വേണ്ടി ഇവന്മാർ കളർ മാറ്റുന്നതാണ്. ഞാൻ വിചാരിച്ചു എപ്പിക്കാന്ന്. ഏതോ ഒരുത്തരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 1 സ്റ്റാറിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. മറ്റേ നോമിനേഷൻ കോൺട്രാക്റ്റിൻ്റെ ഇത് അവന്മാർ കളഞ്ഞിട്ട് ഫ്രീ സ്പിൻ കൊണ്ടുവന്നതിൽ എനിക്ക് 8 ഫ്രീ സ്പിൻ നടന്നു കറക്കിയിട്ട് എനിക്ക് അതിനകത്ത് നിന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല കേസ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എങ്ങാനും കിട്ടിയാലോ കേസ്, പറയാൻ പറ്റില്ല, അതും വേറെ ഒരു കാര്യമാണ്. എന്തായാലും നോക്കാം കേസ്, നമ്മളെന്തായാലും വേറെ ഒന്നും പറയുന്നില്ല, എന്തായാലും കറക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ നോക്കാം എന്തായാലും. ഇനി എത്ര 2 സ്പിന്നെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നും. ഓക്കെ, കറക്കി നോക്കട്ടെ. എന്തായാലും 2 സ്പിന്നെങ്ങാണ്ട് ബാക്കിയുണ്ട് കേസ്. തോമസിൻ്റെ താല്പര്യം ചുമ്മാ കറക്കി നോക്കാം. കാർലോസ്, എന്തായാലും നോക്കട്ടെ. ഹിയർ വി ഗോ. ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാം കേസ്. എനിക്ക് ഒരു ഹൈലൈറ്റ് കാർഡിനെ കിട്ടി, എന്തിനെന്നോ വേണ്ടി അറിയില്ലാത്ത ഒരു ഹൈലൈറ്റ് കാർഡിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാൻ പോകണമെന്നില്ല കേസ്. പിന്നെ വേറെ എന്തായാലും നമ്മൾ ഒത്തിരി പറയുന്നില്ല കേസ്, ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. അപ്പോൾ 3ാമത്തെ സ്പിന്നാണ്. ഹിയർ വി ഗോ. ആരാന്ന് നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് കേസ്. ഹിയർ വി ഗോ. ആരാണ്? യെസ് കേസ്, കളർ മാറിയിട്ടുണ്ട്. എടാ ഇത് എന്ത് തേങ്ങയാടത് ഗൈസ്, ബാക്ക് ടു ബാക്ക് കളർ മാറി കാണിക്കുന്നു. എടാ ബാക്ക് ടു ബാക്ക് കളർ മാറിയടാ. പക്ഷേ ഇവന്മാർ ചുമ്മാ പറ്റിക്കാണ്. വീണ്ടും 2 സ്റ്റാർ. ആദ്യം 1 സ്റ്റാർ കിട്ടി, അത് കഴിഞ്ഞ് 2 സ്റ്റാർ കിട്ടി, വീണ്ടും 1 സ്റ്റാർ കിട്ടി, പിന്നെ ഇപ്പോൾ വീണ്ടും 2 സ്റ്റാർ. എടാ ബാക്ക് ടു ബാക്ക് കളർ മാറിയിടാ. പക്ഷെ എപ്പിക്കല്ല ഗൈസ്, ഇത് എന്ത് തേങ്ങയാണത്. ചുമ്മാ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഈ കളർ ഇവന്മാർ കാണിക്കുന്നത്. എന്നാൽ പിന്നെ ഈ എപ്പിക്കിൻ്റെ കളർ അങ്ങ് കാണിച്ചൂടെ? അത് കാണിക്കില്ല ഇവന്മാർ. എന്ത് തേങ്ങയാണിത്. ഫുൾ തേപ്പാണ്, ഫുൾ തേപ്പ്, അൺലിമിറ്റഡ് തേപ്പാണ് ഈ പാക്കിനകത്ത്. നമുക്ക് ടോട്ടൽ ഇത് 26 ഫ്രീ സ്പിൻ എന്തോ ഉണ്ട്. അപ്പോൾ 12 സ്പിൻ ഞാൻ ഓൾറെഡി ചെയ്ത് കേസ്. ഇപ്പോൾ ഈ 5 സ്പിന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 17 സ്പിന്നാവും. അപ്പോൾ ബാക്കി ഇനി 9 ഫ്രീ സ്പിന്നും കൂടി നമുക്ക് അങ്ങനെയാണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വ്യാഴാഴ്ച. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ഒരു വീഡിയോ ഒക്കെ ഇടാം. എന്തായാലും കഷ്ടപ്പെട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്ന ഫ്രീ സ്പിന്നാണ് കേസ്. അതിനൊരു വില പോലും ഇവന്മാർ തരുന്നില്ല. ഒരു എപ്പിക്ക് തന്നൂടെ ഇവന്മാർക്ക്? അതിപ്പോൾ ഫ്ലെച്ചറാണെങ്കിലും മതി, ടോപ്പ് പ്ലെയറിനൊന്നും വേണമെന്നില്ല, ആ ഫ്ലെച്ചറിനെങ്കിലും തന്നാൽ മതി. അവന്മാർ പക്ഷെ തരില്ല കേസ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവസാനത്തെ സ്പിന്നാണ്. അപ്പോൾ ആരെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് എന്തായാലും കിട്ടാനൊന്നും പോകണില്ല കേസ്, വെറുതെയാണ്. നമ്മൾ ലാസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. ലാസ്റ്റ് സ്പിന്നാണ്. ഇല്ല കേസ്, നോർമൽ ബേസ് കാർഡ് ആനിമേഷനാണ്. അപ്പോൾ എന്തായാലും നമ്മളെ അതും തേച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വ്യാഴാഴ്ച നമുക്ക് എന്തായാലും കുറച്ച് ഫ്രീ സ്പിൻ കൂടി കിട്ടും. അതുകൊണ്ട് കറക്കി നമുക്ക് നമ്മളെന്തായാലും പരിപാടി കൂടി അവസാനിപ്പിക്കുന്നതായിരിക്കും. യെസ് ഗേസ്, അങ്ങനെ അതും തേച്ചിട്ടുണ്ട്. 3 സ്റ്റാറിനെ കിട്ടുന്നുണ്ട്. 2 സ്റ്റാറിൽ നിന്ന് 3 സ്റ്റാറിലേക്ക് ഒരു പ്രൊമോഷനായിട്ട് നമുക്ക്. അപ്പോൾ ഇത്ര